നടൻ മനോജ് കെ ജയൻ്റെയും ഉർവശിയുടെയും മകൾ അഭിനയ രംഗത്തേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ടല്ലോ. വളരെ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ഒരു സന്തോഷം ജനിപ്പിക്കുന്ന വാർത്തയാണ്. കാരണം പുതിയ തലമുറയിലെ നടന്മാരൊക്കെ എത്തുന്നത് സിനിമാ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു സന്തോഷമുള്ള വാർത്തയാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പഴയ കാലത്ത് പ്രേം നസീറിൻ്റെ മകൻ ഷാനവാസ് സിനിമയിൽ വന്നിരുന്നു. പക്ഷേ അത് വേണ്ടത്ര ക്ലിക്ക് ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പ്രേം നസീറിനെ കണ്ട മലയാളികൾക്ക് ഷാനവാസിനെ അതേ രീതിയിൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കുറേയേറെ സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ഷേ അതിന് ഒരു അപവാദം എന്ന രീതിയിൽ വന്നത് പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒക്കെയാണ്. അതിനുശേഷം പിന്നെ മറ്റ് ഒരുപാട് നടന്മാർ, ഫഹദ് ഫാസിൽ വരുന്നു, മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ വരുന്നു, മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ വരുന്നു, ശ്രീനിവാസൻ്റെ മക്കൾ വരുന്നു, അങ്ങനെ സുരേഷ് ഗോപിയുടെ മകൻ വരുന്നു, അങ്ങനെ ഒരുപാട് മക്കൾ വരുന്നു. കുറേയേറെ അവർ ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഉർവശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉർവശിയുടെ മനോജ് കെയുടെ മകളെന്ന് പറയുമ്പോൾ അഭിനയത്തിൻ്റെ ഒരു പാഠപുസ്തകം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഉർവശിയൊക്കെ എത്ര വർഷമായിട്ട് 13 വയസ്സ് മുതൽ തെന്നിന്ത്യയിലെ തിളങ്ങുന്ന താരമാണ്. കാരണം ഒരു സൂപ്പർ സ്റ്റാർ, ഒരു മലയാളത്തിലെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഉർവശി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം മറ്റു നടിമാരെ അടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉർവശി ചെയ്യാത്ത വേഷങ്ങളില്ല. ശോഭന മികച്ചത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും കോമഡിയൊക്കെ ചെയ്യുന്നതിൽ ഉർവശി ചെയ്തിട്ടുള്ള റോളുകളൊന്നും ആർക്കും ഇനി അത് മാറ്റാൻ പറ്റില്ല. നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാവുന്ന എത്ര സിനിമകൾ മോഹൻലാലുമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ. അപ്പോൾ അത്രയധികം ഫ്ലെക്സിബിളായിട്ടുള്ളൊരു നടിയാണ് ഉർവശി. മനോജ് കെയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഗായകനാണ്, അവർ സംഗീത കുടുംബത്തിൽ നിന്നാണ്. അദ്ദേഹവും ആദ്യം നായകവേഷങ്ങളിലൂടെ വന്നു, വില്ലൻ വേഷമൊക്കെ ചെയ്തു. ഇപ്പോൾ സഹനടനായി ഇപ്പോഴും അദ്ദേഹം സിനിമാ രംഗത്ത് സജീവമായി തന്നെ തുടരുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവരുടെ മകൾ സിനിമയിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും ഒരു കൗതുകമുണ്ടാകും. സ്വാഭാവികമായും എല്ലാവരും ഉറ്റുനോക്കും. അപ്പം മനോജ് കെ ഞാൻ മകളുമായി ഞാൻ സിനിമയുടെ അനൗൺസ് ചെയ്യുന്ന സന്ദർഭത്തിൽ മനോജ് കെ പറഞ്ഞു, ഞാൻ ഇവളോട് പറഞ്ഞു ചെന്നൈയിൽ പോയി ഉർവശിയുടെ അനുഗ്രഹം വാങ്ങണം, തെന്നിന്ത്യയിലെ ഒരു ഏറ്റവും വലിയൊരു സ്റ്റാറാണ് ഉർവശി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ മകൾ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഒരു വിഷമം ഉണ്ടാക്കുന്നു. കാരണം അവരുടെ ആ ഒരു കുടുംബവും ദാമ്പത്യവും ഒക്കെ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കണ്ടതാണ്. കാരണം ആദ്യഘട്ടത്തിൽ അവർ ഡിവോഴ്സ് ആവുന്നത്, പിന്നെ ഉർവശി ഒരു ഘട്ടത്തിൽ മദ്യപിച്ച് കോടതി വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ പലരും പല വിധത്തിൽ പറഞ്ഞു. പക്ഷേ അതിനൊക്കെ ശേഷം ഇവരുടെ മകൾ കുഞ്ഞാറ്റ ഈ മനോജ് കെയിനൊപ്പം താമസിക്കുകയും അതോടൊപ്പം തന്നെ ഉർവശിയുടെ കുടുംബം മുഴുവൻ മനോജ് കെയിന് പിന്തുണയായിട്ടായിരുന്നു അന്ന് നിന്നത്. പിന്നെ ഉർവശി പിന്നീട് അതിൽ നിന്നൊക്കെ റിക്കവറായി ഉർവശി പിന്നീട് മറ്റൊരു അഞ്ചൽ സ്വദേശിയായ ഒരാളെ വിവാഹം കഴിക്കുകയും ഇപ്പോൾ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു. അത് ഉർവശിയാണ് അത് ഈ പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ചത്. അപ്പോൾ അവർക്കും ഒരു മകനുണ്ട്. മനോജ് കെയിൻ രണ്ടാമത് വിവാഹം കഴിച്ച ആശയ്ക്കും ഒരു മകനുണ്ട്. അപ്പോൾ ഈ കുഞ്ഞാറ്റയെ സംബന്ധിച്ചിടത്തോളം 2 ആങ്ങളമാരാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞാറ്റ 2 വീടുകളിലും മാറി മാറി നിൽക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ മനോജ് കെയിൻ്റെ കൂടെ നിന്നു. മനോജ് കെയിൻ ഒരുപാട് സ്ട്രഗിൾ എടുത്തു. കാരണം സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോഴൊക്കെ കുഞ്ഞിനെ സ്റ്റിയറിങ്, അതായത് വണ്ടി ഓടിക്കുമ്പോൾ ഒരു കൈ കുഞ്ഞും ഒരു കൈ സ്റ്റിയറിങ്ങും ഒക്കെ ആയിട്ട് പോയ കഥകളൊക്കെ അനുഭവങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഒരു മകൾ പിന്നീട് ഉർവശിയുടെയൊക്കെ വിവാഹശേഷം ഈ കുഞ്ഞാറ്റ ഉർവശിയുടെ വീട്ടിൽ പോയി കുറേ ദിവസം നിൽക്കുകയും അവിടെയും ബ്രദറുണ്ട്. മനോജ് കെയിനും ആശയ്ക്കും ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ വളരെ സന്തോഷകരമായി നന്നായി പഠിച്ച് ഒരു കമ്പനിയിൽ ജോലിയൊക്കെ നേടുന്നു. അപ്പോൾ മനോജ് കെയിൻ ഇങ്ങനെ സിനിമയിൽ കുട്ടി വരുമോ എന്നതിനെക്കുറിച്ചൊന്നും മനോജ് കെയിൻ ബോധർ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു നല്ല ജോലി കിട്ടി, ഇനി ഒരു നല്ല വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നൊരു ചിന്താഗതിയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ കുട്ടി ഒരു ആഗ്രഹം ആശയോട് പറയുന്നത് സിനിമയിൽ അഭിനയിക്കണമെന്ന്. അപ്പോൾ നീ നിൻ്റെ അച്ഛനോട് തന്നെ എന്ന് പറഞ്ഞപ്പോഴാണ് മനോജ് കെയിൻ ഇത് അറിയുന്നതും പിന്നീട് ഉർവശിയുടെ അനുഗ്രഹം വാങ്ങണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മനോജ് കെയിൻ എടുത്ത ആ ഒരു തീരുമാനം ഇതൊക്കെ ഒരു മാതൃകയാക്കാവുന്ന ഒരു തീരുമാനം കൂടിയാണ്. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഡിവോഴ്സ് കേസുകളിലൊക്കെ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക, പിന്നീട് വർഷങ്ങൾക്ക് ശേഷവും മുൻ ഭാര്യയ്ക്കെതിരെ മുൻ ഭർത്താവിനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഒരു സമൂഹത്തിൽ നിന്നാണ് ഇത്തരത്തിൽ പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഉള്ള വാക്കുകൾ മനോജ് കെയിനിൽ നിന്ന് വന്നത്. ഉർവശിയുടെ പ്രതികരണവും പോസിറ്റീവായിട്ട് തന്നെ ആകും. അത് നമുക്കിനി വരും മണിക്കൂറുകളിലൊക്കെ കാണാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഓരോ ഇപ്പോഴത്തെ പുതിയ ന്യൂജൻ സിനിമാ താരങ്ങളൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു ജീവിതം തന്നെയാണ് മനോജ് കെയിൻ. അദ്ദേഹം പിന്നെ പറയുന്നുണ്ട് 2007 എല്ലാ മദ്യപാനവും എല്ലാം ഉപേക്ഷിച്ച്
എത്ര തിരക്കുള്ള ഷൂട്ടിംഗ് സെറ്റുകളിലാണെങ്കിലും 8 മണിക്ക് തന്നെ വീട്ടിലെത്തും, കഞ്ഞിയാണ് രാത്രി ആഹാരം കഴിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു വളരെ സുതാര്യമായി അദ്ദേഹം സിനിമ രംഗത്ത് തൻ്റെ അനുഭവങ്ങളൊക്കെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ കേരളീയ പൊതുസമൂഹത്തോട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ മകളൊരു സിനിമയിൽ നായികയായി എത്തുന്നു എന്ന് പറയുമ്പോൾ ഏറെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഉർവശിയെ പോലെ ഇന്ത്യ കണ്ട ഒരു മികച്ച നടിയുടെ മകളാണ്, അതോടൊപ്പം മനോജ് മകളാണ്. അപ്പോൾ ഈ രണ്ടുപേരുടെയും പ്രതിഭ കൂടിച്ചേരുമ്പോൾ അത് ഒരു വലിയ ഒരു നടിയായി തീരാനുള്ള എല്ലാ ഒരു അനുഗ്രഹങ്ങളും ആ കുട്ടിക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, തീർച്ചയായും പുതിയ തലമുറയിലുള്ള നടീനടന്മാരിപ്പോൾ എത്തുന്നുണ്ട്. അപ്പോൾ പുതിയ സിനിമകളും എത്തുന്നു. പുതിയ സിനിമ, പുതിയ നടീനടന്മാർ, അവരുടെ രംഗപ്രവേശത്തോടു കൂടി തന്നെ വലിയ മാറ്റങ്ങൾ സിനിമയിൽ വരുന്നു. നമ്മൾ പല സിനിമകളും കണ്ടുവല്ലോ. പുതിയ തലമുറയിലെ ആൾക്കാർ വന്ന് വാഴ എന്ന് പറഞ്ഞൊരു സിനിമ, ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ നടന്മാരോ വലിയ നടിമാരോ ആരുമില്ല. സാധാരണക്കാരായിട്ടുള്ള ഇല്ലെങ്കിൽ പുതുമുഖങ്ങളായിട്ടുള്ള ഏറെക്കുറെ പുതുമുഖങ്ങളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിരുന്നവരെ വെച്ച് ഒരു സിനിമ എടുത്തതാണ് അതിഗംഭീരമായി. അതിനുശേഷം പല സിനിമകൾ മലയാളത്തിലേക്ക് വന്നു. ആ സിനിമകളിലെല്ലാം തന്നെ ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് നടന്മാരൊക്കെ ഉണ്ട്, ശരിയാണ്, വലിയ നടന്മാരൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന സ്റ്റാർഡമുള്ള ആൾക്കാരല്ല. അതേ സ്ഥാനത്തേക്ക് പുതിയ ആൾക്കാർ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ പ്രമേയത്തിലുണ്ടാകുന്നുണ്ട്, അവതരണ രീതികളിൽ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു പ്രമേയമൊക്കെ മലയാള സിനിമയിൽ വരുമെന്നൊരു കാലഘട്ടത്തിന് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റോറി പാറ്റേൺ മാത്രം ഫോളോ ചെയ്ത് പോയിരുന്നിടത്തു നിന്നാണ് ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്നത്. വ്യത്യസ്തമായ കഥ, ഏത് തരത്തിലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചില കഥാപാത്രങ്ങളെ നിർണ്ണയിക്കാൻ ഇല്ലെങ്കിൽ അതിനെ അവതരിപ്പിക്കാനായിട്ട് പുതിയ നടന്മാർക്ക് നടിമാർക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ നമുക്ക് ഓരോ സിനിമ എടുക്കുമ്പോഴും പുതിയ സിനിമകൾ ഈ പറയുന്ന അത്യാവശ്യം വിജയിച്ചിട്ടുള്ള എല്ലാ സിനിമകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. പുതിയ നടിമാരായിട്ട് എത്തിയതാണ് ഒന്ന് കല്യാണി പ്രിയദർശൻ. ഈ പറയുന്ന പ്രണവിൻ്റെയും ദുൽഖറിൻ്റെയും ആദ്യ ചിത്രങ്ങൾ അത്ര മികവ് പുലർത്തിയതല്ലെങ്കിൽ പിന്നെ വരുന്ന വേഷങ്ങൾ ഒരു ഈ പറയുന്ന അത്യാവശ്യം ലാൻഡ്മാർക്ക് ചെയ്തു പോകുന്നു എന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു സാധനം കൊടുക്കാൻ കൺവേ ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രണവിന് നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കൈപിടിച്ചുയർത്താൻ ആളുണ്ടെങ്കിൽ പോലും അത് നിലനിൽക്കണമെങ്കിൽ അവരുടെ കഴിവുണ്ടെങ്കിൽ പറ്റുകയുള്ളൂ. അപ്പോൾ അത് പ്രധാനമാണ്. അതുതന്നെ പൃഥ്വിരാജും ഇന്ദ്രജിത്തും പോലുള്ള നടന്മാരുടെ കാര്യം എടുത്താൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അവരൊക്കെ അങ്ങനെ ഈസി വാക്ക് ചെയ്ത് വന്നവരാണെങ്കിലും വലിയ അധ്വാനം ചെയ്തിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ മനോജ് കെ ജയനെ പോലെയുള്ള ഇന്നും വളരെ യങ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് മനോജ് കെ ജയൻ. അതിശയിക്കാറുണ്ട് ഈ പറയുന്ന ചെയ്ത്. അതുപോലെ തന്നെയാണ് ഉർവശിയുടെ കാര്യം എടുത്താലും ശരി തന്നെ. ഉർവശി ഇന്ന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും അടക്കം എല്ലാ സിനിമകളിലും എല്ലാ ഭാഷകളിലും സിനിമ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. തെന്നിന്ത്യയിലെ ഏകദേശം എല്ലാ ഭാഷകളിലും സിനിമ ചെയ്യാൻ. മുക്കുത്തിയമ്മൻ എന്ന് പറയുന്ന സിനിമയിലെ തമാശകൾ അതുപോലെ അത്രയും ഗംഭീരമായിട്ട് തമാശ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു മുതിർന്ന താരം ഇന്നുണ്ടോ എന്നുള്ളത് സംശയം. ശോഭന തിരിച്ചു വന്നു സിനിമയിലേക്ക് വീണ്ടും. പക്ഷേ ഈ ഉർവശിയോളം ഈ പറയുന്ന തമാശ അവതരിപ്പിക്കാൻ ആർക്ക് കഴിയുന്നു എന്നുള്ളത് ആ തന്മയത്വത്തെയൊക്കെ മനസ്സിലാക്കാനായിട്ട് വലിയ പ്രയാസമാണ്. അത് അങ്ങനെ അഭിനയിക്കാൻ വലിയ പാടാണ്. അവിടെയാണ് ഈ പറയുന്ന പുതിയ നടന്മാർ ഇല്ലെങ്കിൽ അവരുടെ പുതിയ നടിമാരെ ഒക്കെ കടന്നു വരുന്നത്. അതും സിനിമാ കുടുംബത്തിൽ നിന്നുള്ളതാണ്. അത് ഏറെ സന്തോഷം തരുന്നത്.